Who was your first crush or first kiss? നിങ്ങൾക്ക് അറിയോന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ ഫസ്റ്റ് യൂട്യൂബ് ചാനലിന്റെ പേര് When to take a pregnancy test. Michelle, you ready? Welcome back you guys. Welcome back to Dots with Purpose you guys. പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് എന്താണ് ഈ പേരിടാനുള്ള കാരണം. എനിക്കും അറിയില്ല. ഞാൻ ഈ പേരിട്ടപ്പോഴും എനിക്ക് ഈ പേര് ഇതുവരെ വിയേർഡായിട്ട് തോന്നിയിട്ടില്ല. പക്ഷെ ചില ആൾക്കാർക്ക് ആദ്യമായിട്ട് കേൾക്കുമ്പോൾ അങ്ങനെ ഒരു ചിന്ത വന്നിട്ടുണ്ട്. എന്നോട് എൻ്റെ അച്ഛനൊക്കെ പേര് മാറ്റാൻ വേണ്ടിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ I don't know, ഭയങ്കര യൂണീക്കായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇന്നത്തെ ദിവസത്തിൽ മെയിൻ നമ്മൾക്കുള്ളൊരു പരിപാടി എന്താണെന്ന് വെച്ചാൽ ശ്രേയൻ്റെ ചേച്ചീൻ്റെ സംഗീതമാണ്. അപ്പം ഞങ്ങളെല്ലാവരും അവളുടെ വീട്ടിലോട്ട് പോകുന്നുണ്ട്. നമ്മൾ ഫ്ലൈറ്റിലല്ലാത്ത നമ്മൾ വീട്ടിലാണ്. നമ്മൾ റെഡി ആവാണ്. Okay. So hello guys, I'm here. Me, Isha. So I'm waiting for here long time. Welcome back to the vlog. So ഞങ്ങൾ സ്റ്റേജിൽ പോവാണ്. ഓ മൈ ഗോഡ്, ആരും ഞാൻ ഇങ്ങനെ ഇരിക്കണം എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ആയതായിരിക്കും. ഇത് ഞാൻ നിന്നെ ട്രോളും. സോ ആൻഡ്രയ ഉണ്ട്, ആഷ്ലിൻ ഉണ്ട്. ഞങ്ങളാണ് ഇന്നത്തെ ഡാൻസേഴ്സ്. ഓക്കെ, പാട്ട് റെഡി. ഓക്കെ, ആൻഡ്രയ്ക്ക് നല്ല ടെൻഷൻ ഉണ്ടോ? അഞ്ജന, യു റെഡി? വിശൽ, യു റെഡി? യെസ്, we are ready guys. കഴിഞ്ഞിട്ട് പറയാം. നമ്മളിവിടെ കുറച്ച് ബോയ്സും കൂടി ഉണ്ടായിരുന്നു. ഞങ്ങൾ അനൗൺസ് ചെയ്യണോ? യെസ്, കൺഗ്രാറ്റുലേഷൻസ് സരിക ചേച്ചി. ഇപ്പൊ അവർ സാധനങ്ങളൊക്കെ മാറ്റും കേട്ടോ. ഈ സാധനങ്ങളൊക്കെ മാറ്റും. ശ്രേയതെ എങ്ങനെ എന്ത് പാട്ടുകളെന്ന് ഇവരോട് പറഞ്ഞു കൊടുക്കാണ്. വെൽക്കം ബാക്ക് ടു സ്ലോട്ട്സ് വിത്ത് പർപ്പസ്. ഇന്ന് ഞാൻ എന്താ ഒരുങ്ങിയിരിക്കണമെന്നല്ലേ, ഇന്ന് എൻ്റെ ഫ്രണ്ട് ശ്രേയൻ്റെ സിസ്റ്ററിൻ്റെ കല്യാണമാണ്. സോ ഐ തോട്ട് ഐ ഡു ഗെറ്റ് റെഡി വിത്ത് മീ ആൻഡ് ആൻസർ സം ഓഫ് ദ ക്വസ്റ്റ്യൻസ്. നിങ്ങൾക്കറിയാമല്ലോ എനിക്ക് അത്ര സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഇല്ല, അതുകൊണ്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാനും അങ്ങനെ ആദ്യം ആൾക്കാരുണ്ടാവില്ല ഐ തിങ്ക്. പിന്നെ അത് ചോദിക്കാൻ വേണ്ടി ആരോടും റിക്വസ്റ്റും ചെയ്തിട്ടില്ല, ഞാൻ വീഡിയോ ഇട്ടിട്ടുമില്ല. സോ മൈ നെയിം ഇസ് ശിവാനി. ഐ ഡി നോട്ട് ഗിവ് എൻ ഇൻട്രോ ബിഫോർ ആൻഡ് ഐ ആം 22 years old. ഞാനിപ്പോൾ BCom LLB ആണ് പഠിക്കണേ ആൻഡ് എൻ്റെ കോഴ്സ് തീരാറെ. മേ ബി in 2025 my course will be finished and then I most probably become an advocate. I will become an advocate. I'm confident. Sometimes that's all I have to offer, my confidence. ബുദ്ധിപരമായി സെർച്ച് ചെയ്യാൻ പോകണം. വാട്ട്സ് ദ മോസ്റ്റ് ആസ്ക്ഡ് ക്വസ്റ്റ്യൻ ഓൺ ഗൂഗിൾ. റെഡി? ഓക്കെ, റെഡി.
First question, what is my IQ? Next, when to take a pregnancy test? എനിക്കറിയില്ല, സിനിമയിൽ കാണുമ്പോൾ ലൈക്ക് മോസ്റ്റ്ലി വെൻ ദ ഗേൾ ഇസ് നോട്ട് ഫീലിംഗ് വെൽ ഷീ ഫെയിൻസ് ഓർ ഷീ സ്കിപ്സ് ഹർ പീരിയഡ്സ്. അങ്ങനെയാണ് ഐ തിങ്ക്. വേർ ഡു ബേബീസ് കം ഫ്രം? നിങ്ങൾക്കറിയില്ല? യു ഗൈസ് ഗൂഗിൾ, പീപ്പിൾ ഡോണ്ട് നോ. Roll the clip. Well, I think a stork, he drops it down, and then a hole goes in your body, and there's blood everywhere coming out of your head, and then you push your belly button, and then your butt falls off, and then you hold your butt, and you have to dig, and you find. Next, how to get a job? Guys, I am still unemployed. I'm a LLB student. Also, ഞാൻ പഠിക്കുന്ന കോഴ്സ് BCom LLB ആണ്. ആൻഡ് ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് റിഗാർഡിംഗ് ദ കോഴ്സ് ഐ ക്യാൻ ഹെൽപ്പ് യു ഔട്ട്. എൻ്റെ കൂടെ ഫ്രണ്ട്സ് ഉണ്ട്, ദേ ക്യാൻ ഓൾസോ ആൻസർ സം ഓഫ് യുവർ ക്വസ്റ്റ്യൻസ് റിഗാർഡിംഗ് ഇറ്റ്. ഓൾസോ ഈ വീഡിയോൻ്റെ അടിയിൽ യു ക്യാൻ ജസ്റ്റ് ആസ്ക് സം മോർ ക്വസ്റ്റ്യൻസ് ഇഫ് യു ഹാവ് എനി. വാട്ട് ഈസ് ലവ്? I think love is when somebody cares for you. They will do anything for you. Yeah, that is love in my point of view. How to lose weight? Guys, losing weight is a little hard, but it's not impossible. You need willpower, you need a proper diet and exercise. I have lost weight, so that's how I lost weight. I did keto diet and yeah, lost like 10 kgs. Next question, guys. Have you ever gotten bullied? No, but I was in a bully gang. I was hanging out with them. I don't know if they saw me as a friend, but I was with them in my school days. I've not bullied, പക്ഷേ now ഇപ്പോൾ ഞാൻ ആലോചിക്കുമ്പോൾ they were bullies. സോ ഗൈസ്, നമ്മളുടെ മോസ്റ്റ് ആസ്ക് ക്വസ്റ്റ്യൻ ഓൺ ഗൂഗിൾ അത് കഴിഞ്ഞു, പക്ഷെ നമ്മൾ മേക്കപ്പ് കഴിഞ്ഞിട്ടില്ല. വെൽക്കം ബാക്ക് ഗൈസ്. ആൻഡ് സോ യെസ്, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. കുറച്ച് കഴിഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ട്സ് വരും. വെള്ളം കുടിക്കട്ടെ, വെള്ളം കുടിച്ചിട്ടില്ല. നിങ്ങൾക്ക് ഇന്നത്തെ മേക്കപ്പ് ലുക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല. Ashlyn, say hi. Hi guys. Anjana, say hi. Yadu, say hi. Hidesh, say hi. Anand vlog ആണ്. എന്റെ സബ്സ്ക്രൈബർ ആണ് ഗൈസ്. ബാബാ സബ്സ്ക്രൈബ് ചെയ്തോ? ഇവിടെ കല്യാണം നടക്കുമ്പോ ഈ പിള്ളേര് ഫസ്റ്റ് ടൈം അല്ലേ ഒരു ഹിന്ദു വെഡിങ് അറ്റൻഡ് ചെയ്യണേ? എങ്ങനെ ഉണ്ടായിരുന്നു? ഇന്ന് നമ്മൾ സദ്യ കഴിക്കാൻ പോവല്ലേ? ചൂടണോന്നാ? നിങ്ങൾ കഴിക്കുമ്പോ വരാട്ടെടുക്കാൻ. സദ്യ റെഡി. ഹിതേഷ്, നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള കറി ഏതാ സദ്യയില്? യദുനോ? സാമ്പാർ. ചോറത്തി. അടിപൊളി സദ്യ ഞാൻ കഴിക്കുന്നു. ഈ ട്രെൻഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇഷ്ടപ്പെട്ട കറി ഏതായിരുന്നു? ഓക്കെ, മിഷേല് വീണ്ടും ബ്ലോഗിൽ വന്ന് ഷി വാണ്ട് ടു സേ ഹായ്. ഹായ് സേ ഹായ്. ഹായ്. ഇതാണ് സബ്സ്ക്രൈബ്, വൺ ഓഫ് ദി സബ്സ്ക്രൈബേഴ്സ്. ആനന്ദ് സബ്സ്ക്രൈബർ. സബ്സ്ക്രൈബ്. റോളിംഗ്. സോ വെൽക്കം ബാക്ക് ഗൈസ്. ഞങ്ങൾ Q&A കണ്ടിന്യൂ ആണ്. ഈ പ്രാവശ്യം എൻ്റെ കൂടെ ആൻഡ്രിയ ആൻഡ് നിവേദിത. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. What's something about you that I wouldn't know when first meeting you? അറിയാൻ എന്തായിരിക്കും?
ഞാൻ ഫണ്ണിയാന്നുള്ള കാര്യമായിരിക്കും. ഓക്കെ, എന്നെ കാണുമ്പോ ആദ്യം ആൾക്കാർ പറയുന്നത് ശിവാനി ഭയങ്കര റിസർവ്ഡ് ആണ്, ശിവാനി ഭയങ്കര ജാടയാന്നൊക്കെയാണ് ഞങ്ങൾ ആദ്യം വിചാരിച്ചെന്ന് പറയാറുണ്ട്. അതിനോട് പറയാറുണ്ട് ജാട തെണ്ടിയാണ് എന്നെ തെണ്ടിയൊന്നും വിളിക്കാറില്ല. മറ്റു പറയാറുണ്ട്. പിന്നെ അടുത്ത് സംസാരിക്കുമ്പോഴാണ് ഇവള് കുഴപ്പമില്ല, തമാശയാണ്, രസമാണൊക്കെ. നിവേദിക്ക എന്താണ്, നിവേദ ഭയങ്കര പാവം എന്നാണ് ആൾക്കാർ ആദ്യം വിചാരിക്കാറ്. പക്ഷെ അങ്ങനെയല്ല, പാവമാണ്, നല്ല ശുദ്ധ മനസ്സൊക്കെയാണ്. ചിന്തിക്കും. അല്ല, ശുദ്ധ മനസ്സ് നിവേദിതയുടെ. ഓക്കെ, ജ്യൂസ് ആയിട്ടൊന്നുമില്ലേ? Who's your celebrity crush? Try and guess this one. Guys often have a completely different idea to who their crushes finds attractive. Oh, bracket. സെലിബ്രിറ്റി ക്രഷ് എന്റെ എനിക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഷോൺ മെൻഡസ്, രണ്ട് പുതിയ ഷോൺ, ദിവസമായിട്ട് ഇപ്പത്തെ ഷോൺ മെൻഡസ്. ഇപ്പൊ ടോം ഹാങ്ക്സ് തന്നെയാണ് ഇപ്പൊ. നിവേദ പറഞ്ഞില്ല, ഞാൻ ആലോചിക്കണം. എന്തിനാ ആലോചിക്കാൻ അറിയാലോ. ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നിവേദന സെലിബ്രിറ്റി ക്രഷ് ആരാന്ന്. പക്ഷെ പേരിപ്പ ക്രഷ് ഉണ്ട്, പ്രേമം. അതെ, ഞാൻ ഇവിടെ ചവിട്ടി പഠിക്കും. വെറുതെ പറഞ്ഞാണ്. ബി ഇത് കാണുവാണെങ്കിൽ നിവേദന തന്നോട് ഒരു കുന്തവും ഇല്ല. നമ്മള് 10 കൊല്ലം കഴിഞ്ഞിട്ട് റീയൂണിയൻ ഒക്കെ ഉണ്ടാവുമല്ലേ, നല്ല നിലയിലൊക്കെ എത്തണം. ശിവാനിക്ക് യൂട്യൂബ് ഉണ്ടാവില്ലേ? നിങ്ങളെല്ലാരും സപ്പോർട്ട് ചെയ്താൽ നമുക്ക് യൂട്യൂബ് ചാനല് വൃത്തിക്ക് നിൽക്കുന്നുണ്ടാവാം. എത്ര 10 കൊല്ലം. 10 കൊല്ലം ഞാൻ എത്ര സബ്സ്ക്രൈബർ എന്ന് പറയാം, നമുക്കൊരു 200 സബ്സ്ക്രൈബർ ആക്കാം. ഓക്കെ, 40 പേര് കൂടി സബ്സ്ക്രൈബ് ചെയ്താൽ മതി. ഓക്കെ, യു ക്യാൻ ഡു ഇറ്റ്, റൈറ്റ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫേക്ക് ഒക്കെ ഉണ്ടാക്കി നമ്മളങ്ങനെ ചെയ്യില്ല, നമ്മളെ ജെന്യൂൻ ആണ് ചാനല്. കഴിഞ്ഞാ ഈ ആക്ട്രസിന്റെ ഈ പ്രശ്നം വന്നതിന്റെയാണ് WCC ഫോം ആക്കിയത്. അവര് ഇങ്ങനത്തെ ഒരു കേസിന് പോയി ജസ്റ്റിസ് ഹേമ കമ്മിറ്റി ഫോം ചെയ്ത ഗ്രൂപ്പാണ് പിന്നീട് വന്ന് നടത്തിയത്. ആ ആക്ടറിന്റെ ഇതിനു ശേഷം തന്നെയായിരുന്നു എന്നുള്ളതാണ് ഈ ഫീൽഡ് ഇങ്ങനെയാണെന്ന് പറയും. പക്ഷെ അങ്ങനെ പറയാൻ പറ്റുമോ? നല്ല ആൾക്കാരും ഉണ്ടാവും, പക്ഷേ ഇതൊക്കെയാന്ന് പറഞ്ഞാല് ഇപ്പൊ കഴിവുള്ളവർക്ക് വരണമെങ്കിൽ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഇങ്ങനത്തെ സിറ്റുവേഷൻസ് മാറ്റിയാലല്ലേ കൂടുതൽ ക്രിയേറ്റീവ് ആയിട്ട് ആൾക്കാർ വരുള്ളൂ. കൊറേ ഗേൾസ് ഇപ്പൊ ഇങ്ങനത്തെ ഉള്ളതുകൊണ്ട് നിന്റെ അമ്മ പോവാടി പോവാ എന്റെ അമ്മാമ്മയ്ക്ക് മരുന്ന് നേരത്തെ പോയി. അവർക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാൽ ഫാമിലിയിൽ തന്നെ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നീ പോകണ്ടെന്ന് പറഞ്ഞാൽ അവരുടെ കഴിവുകൾ അവിടെ തീർന്നു പോവാണ്. ഇതൊക്കെ സേഫ് എൻവയോൺമെന്റ് ആക്കുവാണെങ്കിൽ കുറെ കൂടി ക്രിയേറ്റീവ് ആയിട്ട് ഡയറക്ടേഴ്സും ഇപ്പൊ ഡയറക്ടേഴ്സിന് പറഞ്ഞാൽ 1-2 പേരൊക്കെ തോന്നുന്നു. ഇതൊക്കെ തന്നെ ആയിരിക്കും പല ഫാമിലീസ്. സോ ഗായ്സ്, ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ I 100% അഗ്രി വിത്ത് ആൻഡ്രിയ. കാരണം മിക്ക സ്ഥലത്തും സ്ത്രീകളുടെ ഒരു നമ്പറിങ് കുറവുള്ളത് കാരണം they might feel out of place or they are not safe there. സേഫ്റ്റിന് ഉപരി പേരൻസിന്റെ ഒരു അപ്രൂവലും ഉണ്ടാവില്ല. എന്താ വെച്ചാൽ പേരൻസ് മിക്കതും ഒരു ഓഫീസ് ജോബാണ് അവരുടെ പെൺകുട്ടികൾക്ക് പ്രിഫർ ചെയ്യണേ. കാരണം അവരെ മനസ്സിൽ അതാണ് കുറച്ചുകൂടി സ്റ്റേബിൾ, സേഫ്റ്റി, അതൊക്കെ അവര് ചിന്തിക്കൂലോ. അവരെ തെറ്റ് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മള് ഇപ്പൊ ഫിലിം ഇൻഡസ്ട്രി തന്നെ എടുക്കുവാണെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ എത്ര സ്ത്രീകള് ഡയറക്ടേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ മ്യൂസിക് കമ്പോസേഴ്സ്, ക്യാമറമാൻ, ഇവരൊക്കെ കുറവായിരിക്കുള്ളൂ. ആക്ട്രസ് കുറെ ഇപ്പൊ വന്നിട്ടുണ്ട്. പിന്നെ പ്രൊഡ്യൂസേഴ്സും കുറെ പേരുണ്ട് സ്ത്രീകള്. അല്ലാണ്ട് പിന്നെ ഇപ്പൊ വേറെ അങ്ങനെ അധികം സ്ത്രീകൾ ഒരു ക്രിയേറ്റീവ് ഫീൽഡില് കുറവായിരിക്കണം നമ്പേഴ്സ്. കാരണം ഫിലിം ഇൻഡസ്ട്രി ഒരു മെയിൽ ഡോമിനന്റ് ആയിട്ടുള്ള ഇൻഡസ്ട്രി തന്നെയാണ്. പിന്നെ കാരണം എന്താ വെച്ചാ ഒരു ഫീമെയിൽ സെന്റർഡ് സിനിമ വരുമ്പോ അത് ഭയങ്കരമായിട്ട് ആഘോഷിക്കുന്നുണ്ട് നമ്മള്. അപ്പൊ അതിന്റെ അർത്ഥം ഇതൊക്കെ തന്നെയാണല്ലോ. പിന്നെന്താണ് ഈ സെക്ഷൽ ഹറാസ്മെന്റ് എന്ന സംഭവം ഫിലിം ഇൻഡസ്ട്രീസിൽ മാത്രമല്ല, കുറെ വർക്ക് പ്ലേസിൽ അത് നടക്കുന്നുണ്ട്. എസ്പെഷ്യലി ഇങ്ങനെ പ്രോപ്പർ ആയിട്ടൊരു HR ഇല്ലാത്തൊരു സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു റൂൾസ് ഒന്നും ഇല്ലാത്ത സ്ഥലത്തൊക്കെ ആയിരിക്കും ഇത് കൂടുതൽ സംഭവിക്കുക. അല്ലെങ്കിൽ ആക്ഷൻ എടുക്കില്ല,
ഉറപ്പുള്ള സ്ഥലത്തൊക്കെ ആയിരിക്കും ഇങ്ങനത്തെ ഒരു സംഭവം നടക്കുക. ഹോസ്പിറ്റൽസ് ആയാലും ഇപ്പോൾ കൊൽക്കത്ത കേസിലൊക്കെ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം സ്ത്രീകളുടെ സേഫ്റ്റി എത്രമാത്രം കുറവാണെന്ന്. ഹോസ്പിറ്റലിൽ മാത്രമല്ല, ഇപ്പോൾ ഈ ചെറിയ ചെറിയ ഫാക്ടറീസിലൊക്കെ ചിലപ്പോൾ വിമൻ എക്സ്പ്ലോയിറ്റഡ് ആയിരിക്കാം. അപ്പോൾ ഞാനിപ്പോൾ പറയാൻ പോണത് ഇത്തിരി സെൽഫിഷായ കാര്യമാണ്. ഞാനിപ്പോൾ നിങ്ങൾ ഇൻ കേസ് സ്ത്രീകൾ ഇങ്ങനെ എക്സ്പ്ലോയിറ്റഡ് ആണെങ്കിൽ അവർ മുന്നിൽ വന്നിട്ട് ഒരു സൂട്ടൊക്കെ ഫയൽ ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഈ ആൾക്കാരൊന്ന് പേടിക്കൂ. അങ്ങനെ ആയാൽ മാത്രം തന്നെ ഞാനും അല്ലെങ്കിൽ എനിക്ക് താഴെയുള്ള ജനറേഷൻസ് ഒക്കെ ഇനി വരുമ്പോൾ അവർ കുറച്ചുകൂടി സേഫ് ആയിട്ട് ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു സേഫ് എൻവയറമെന്റിൽ ഞങ്ങൾക്കും വർക്ക് ചെയ്യാൻ അങ്ങനെയൊക്കെ തന്നെ പറ്റത്തുള്ളൂ. സെൽഫിഷ് ആയിട്ടാണ് ഞാൻ ഇവിടെ പറയണേ. ജസ്റ്റ് സോ യെസ്. അത് മാത്രമല്ല, ലൈക്ക് I want all of us to stay strong here. And yeah. എനിവേ, നമുക്കിത് ഈ വീഡിയോ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു നോട്ടിൽ അവസാനിപ്പിക്കാം. ഇനി ഇത്ര ഒരു ഡീപ്പ് കോൺവെർസേഷനൊക്കെ നമ്മൾ ഇതിലോട്ട് പറഞ്ഞപ്പോൾ ഇനി അങ്ങനെ പോസിറ്റീവായിട്ട് ഇത് അവസാനിപ്പിക്കാൻ എനിക്കറിയില്ല. യെസ്, പ്ലീസ് വാച്ച് ദ നെക്സ്റ്റ് വ്ളോഗ് വിച്ച് ഇസ് ആൻ ഓണം വ്ളോഗ്. ഇറ്റ്സ് എ കോളേജ് ഓണം വ്ളോഗ്. ഞാൻ അത്യാവശ്യം നല്ല രസമൊക്കെ ആയിട്ട് എടുക്കാന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. ഈ വീഡിയോയിൽ Q&A നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇറ്റ് വാസ് ലൈക്ക് എ സഡൻ തിങ്. ഇറ്റ് വാസ് നോട്ട് ലൈക്ക് വെരി പ്ലാൻഡ് ഓർ എനിത്തിങ്. ഓണത്തിനും ഒരു Q&A വെറുതെ എടുക്കാമല്ലേ? What do you guys think? I want to know. And yeah, on that note, let's end the video here. And thank you so much for tuning into Sloths with Purpose. Bye. Yes, thank you so much for watching the video. Bye now. I'm so tired. I want to sleep.